സന്ദീപ് വാര്യർ ബി.ജെ.പി. വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണല്ലോ. ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൻ്റെയൊക്കെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? താങ്കളൊരു ക്രിസ്ത്യൻ സമൂഹത്തിലെ ഒരാളല്ലേ, എങ്ങനെ കാണുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാടിന്? അദ്ദേഹത്തിന്റെ നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ഇവിടെ ഞാനും എൻ്റെ നിഴലുമാണ്. അദ്ദേഹത്തിന് അനുയായികളില്ല. ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു നേതാവാണെങ്കിൽ അത് തീർച്ചയായിട്ടും അനുയായികൾ വേണ്ടേ. രണ്ടാമത് അദ്ദേഹം ഒരു പട്ടാളക്കാരൻ്റെ മകനാണ് എന്ന് പറയുന്നു. രാജ്യസ്നേഹമുള്ളവരെ, രാജ്യത്തെ സ്നേഹിക്കുന്നവരെ, അവരൊക്കെ നമ്മളുടെ ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്നിട്ട് പിന്നെ ഇതിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അത് വളരെ ഖേദകരമായിട്ടുള്ള സംഗതിയാണ്. ക്രിസ്ത്യൻ സമൂഹത്തിനും അല്ലെങ്കിലൊന്നും സന്ദീപ് വാര്യർ ഒരു ഘടകമല്ല. അങ്ങനത്തെ ആളുകളെ കുറിച്ച് ഈ സമൂഹം ചർച്ച ചെയ്യുന്നില്ല. അത് സോഷ്യൽ മീഡിയയിലുള്ള കുറച്ച് ആളുകളുടെ അപ്പുറത്തോട്ട് അദ്ദേഹത്തിന് ഈ തരത്തിൽ ഈ സമൂഹത്തിൽ യാതൊരു തരത്തിലുള്ള ഹോൾഡ് ഉള്ളതായിട്ട് നമുക്കറിയില്ല. നമസ്കാരം സാറേ, പേരെന്തായിരുന്നു? എൻ്റെ പേര് ഫിലിപ്പ് എന്നാണ്. ഇവിടെ പാലക്കാട് ടൗണിൽ തന്നെ താമസിക്കുന്ന ആളാണ്? അതെ, ടൗണിൽ തന്നെയാണ്. ഇപ്പോൾ ഇവിടെ ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പാണല്ലോ. എത്രത്തോളം വലിയ പ്രതീക്ഷകൾ ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കുണ്ട്? ഏത് പാർട്ടിക്കാണ് ഇവിടെ കൂടുതൽ സാധ്യത? UDF ആണോ, LDF ആണോ, BJP ആണോ? എങ്ങനെയാണ് ഇവിടുത്തെ ഒരു നിലവിലെ സിറ്റുവേഷൻ? ഇവിടുത്തെ നിലവിലെ സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും BJPക്കാണ് സാധ്യത. അതിന് കാരണം എന്താ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ മണ്ണിൽ പാലക്കാടിൻ്റെ ഈ ടൗണിലെ ഈ മണ്ണിൽ ജനിച്ചു വളർന്നതാണ് കൃഷ്ണകുമാർ. ഇവിടെ കണ്ണുമടച്ച് എതിരെ വിട്ടാലും, അദ്ദേഹം കണ്ണു മൂടിക്കെട്ടി വിട്ടാലും ഓരോ മുക്കും മൂലയും അറിയും. അതുകൊണ്ട് തീർച്ചയായിട്ടും കൃഷ്ണകുമാറിനെ എല്ലാവരും അറിയുന്നതും അദ്ദേഹം എല്ലാവരോടും സഹായിച്ചിട്ടുള്ളതുമാണ്. മോദി പറയുന്നത് പോലെ സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ പ്രയാസ്, സബ്കാ ആശ്വാസ് എന്നാണ്. ഇത് ആ കാൽപ്പാടുകളെ പിന്തുടർന്നാണ് നമ്മുടെ കൃഷ്ണകുമാർ ഇവിടെ പ്രവർത്തിക്കുന്നതും ഇവിടെ എല്ലാവരോടും ഇടപെടുന്നതും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാതി മത രാഷ്ട്രീയ ലിംഗഭേദം തന്നെയാണ്. ഹിന്ദു എന്നില്ല, ക്രിസ്ത്യാനി എന്നില്ല, മുസ്ലിം എന്നില്ല, എല്ലാവർക്കും വേണ്ടിയും എല്ലാവരുടെയും കൂടെ ഏതൊരു പ്രയാസത്തിലും അദ്ദേഹത്തോട് പോയി പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം കഴിയുന്നത് അത് ചെയ്തു തരും. ഇപ്പോൾ സന്ദീപ് വാര്യർ B.J.P. വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണല്ലോ. ഇപ്പോൾ ക്രൈസ്തവ സമൂഹത്തിൻ്റെയൊക്കെ ഒരു അഭിപ്രായം എങ്ങനെയാണ്? താങ്കളൊരു ക്രിസ്ത്യൻ സമൂഹത്തിലെ ഒരാളല്ലേ, എങ്ങനെ കാണുന്നു അദ്ദേഹത്തിന്റെ ആ ഒരു നിലപാടിന്? അദ്ദേഹത്തിന്റെ നിലപാടെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ഇവിടെ ഞാനും എൻ്റെ നിഴലുമാണ്. അദ്ദേഹത്തിന് അനുയായികളില്ല. ഒരു പൊതുപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു നേതാവാണെങ്കിൽ അത് തീർച്ചയായിട്ടും അനുയായികൾ വേണ്ടേ. രണ്ടാമത് അദ്ദേഹം ഒരു പട്ടാളക്കാരൻ്റെ മകനാണ് എന്ന് പറയുന്നു. രാജ്യസ്നേഹമുള്ളവരെ, രാജ്യത്തെ സ്നേഹിക്കുന്നവരെ, അവരൊക്കെ നമ്മളുടെ ഒരു പ്രത്യയശാസ്ത്രത്തിൽ നിന്നിട്ട് പിന്നെ ഇതിലേക്ക് പോവുക എന്ന് പറയുമ്പോൾ അത് വളരെ ഖേദകരമായിട്ടുള്ള സംഗതിയാണ്. ഇപ്പോൾ ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പ്രവേശനത്തെ ഏത് രീതിയിലാണ് കാണുന്നത്? ക്രൈസ്തവ സമൂഹം കൂടുതലും ഈ മുനമ്പം വിഷയവും ഈ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ക്രൈസ്തവർ കംപ്ലീറ്റ് BJPയുടെ കൂടാണ്. വേറെ ഒരു വിഭാഗവും LDF UDF ഞങ്ങളെ സഹായിച്ചിട്ടില്ല. ഞങ്ങളെ സഹായിച്ചത് BJP മാത്രമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ പ്രാവശ്യം BJPക്ക് തന്നെ കുത്തിയോട് കൃഷ്ണകുമാരെ ജയിപ്പിച്ചേ ഞങ്ങൾ വിടുകയുള്ളൂ. ഇപ്പോൾ പാലക്കാട് നഗരത്തിലും ഇപ്പോൾ വഖഫിന്റെ ഭൂമി കൽപ്പാത്തി അടക്കമുള്ള പ്രദേശങ്ങളുണ്ട് എന്നുള്ളൊരു ഭീഷണി നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അത് ഇവിടുത്തെ ക്രിസ്ത്യൻ സമൂഹത്തിനും ആ ഒരു ഭയപ്പാടുണ്ടോ? ഈ ടൗൺ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പള്ളികൾക്കോ അങ്ങനെ എന്തെങ്കിലും ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ കോട്ട മൈതാനത്തിൻ്റെ മുമ്പിലാണ്. ഈ കോട്ട മൈതാനം ആദ്യം ടിപ്പു സുൽത്താൻ്റെ ആയിരുന്നു. ഈ ടിപ്പു സുൽത്താനിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഇത് പിടിച്ചടക്കിയിട്ട് ബ്രിട്ടീഷുകാർ അത് എടുത്തിട്ട് ബ്രിട്ടീഷുകാർ 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആ ഭൂമി അവർ ഇവിടെ വിട്ടുപോയപ്പോൾ ഇതിൻ്റെ സമീപ പ്രദേശങ്ങൾ, ഒന്ന് നമ്മുടെ ഇംഗ്ലീഷ് ചർച്ച്, രണ്ട് നമ്മുടെ CSI റോബിൻസൺ റോഡിലെ ചർച്ച്, ഇവിടുത്തെ ബിഷപ്പ് ഹൗസ് വരികയെ, ഇതൊക്കെ നാളെ ഭീഷണിയായിട്ട് മാറുകയാണ്. നാളെ ഇവർ പറയുകയാണ് ഈ ഭൂമിയെല്ലാം വഖഫിൻ്റെതാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? ക്രൈസ്തവർ ഞങ്ങളുടെ പള്ളിയൊക്കെ വിട്ടിട്ട് പോകണ്ടേ? അപ്പോൾ ഇതിന്റെ നിയമം ശരിയായിട്ട് കൊണ്ടുവരണം എന്ന് മാത്രമേ. ഈ ടൗണിൽ ഏതൊക്കെ പള്ളിയാണുള്ളത് നിലവിൽ? ഇവിടെ കത്തോലിക്ക പള്ളിയുണ്ട്, CSI പള്ളിയുണ്ട്, ഓർത്തഡോക്സ് പള്ളിയുണ്ട്, മർത്തോമ പള്ളിയുണ്ട്. എല്ലാ പള്ളികളും ഈ ടൗണിനെ ചുറ്റിപ്പറ്റിയുണ്ട്.
അപ്പൊ ഇവിടെ എത്ര ശതമാനം ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്? ക്രിസ്ത്യാനികളുടെ ഒരു പരമ്പരാഗതമായിട്ടുള്ള വോട്ടിംഗ് രീതി അനുസരിച്ചാണെങ്കിൽ അത് UDF അനുകൂലമായിരുന്നു ഇത്രയും കാലം. ഇത്തവണ അതിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടോ, അല്ലെങ്കിൽ ഇതൊരു പ്രചരണം മാത്രമാണോ? അല്ല, ഇതിന് തീർച്ചയായിട്ടും മാറ്റമുണ്ടാവും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ 6,000 ക്രിസ്ത്യൻ വോട്ടുകളുണ്ട്. കന്യാസ്ത്രീകളുടെ വേറെ, അവിടെ 24 കന്യാസ്ത്രീ മഠങ്ങളുണ്ട്. അവരുടെ വോട്ടും ഈ നമ്മുടെ ക്രിസ്ത്യൻ വോട്ടുകൾ മുമ്പിലിട്ട് അവർ മാറ്റി ചിന്തിക്കുവാനായിട്ട് തുടങ്ങി. UDFിലോ LDFിലോ നിന്നിട്ട് യാതൊരു പ്രയോജനമില്ല എന്ന് ചിന്തിക്കാൻ തുടങ്ങി. നേരത്തെ ഇവിടെ പൗരത്വ ഭേദഗതി ബില്ലിന്റെ ഇത് വന്നിരുന്നു. ആ സമയത്ത് ഈ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള ജനങ്ങൾ ഈ പൗരത്വ ഭേദഗതിയുടെ UDFും LDFും ഇതിന് അനുകൂലമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇത് അതുപോലെ തന്നെ 370 ഈ 370യുടെ കാര്യത്തിൽ 370യുടെ കാശ്മീരിൽ നിന്ന് എടുത്തു മാറ്റിയപ്പോൾ ആദ്യം പട്ടാളക്കാരെ കല്ലെറിയുമായിരുന്നു. ഇവിടെ ആഴ്ചയിൽ അവിടെ ബോംബിട്ടു, ഇവിടെ ബോംബിട്ടു, കൽക്കട്ട ബോംബ് വീണു. ഇതെല്ലാം കേൾക്കുന്നുണ്ടോ? 370 എടുത്ത് കളഞ്ഞത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഈ ഭീകര ഇതുകൾ കംപ്ലീറ്റ് ഇന്ത്യയിൽ ഇപ്പൊ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉണ്ടോ അത് നടക്കുന്നത്? അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും സുരക്ഷിതം നമുക്ക് BJP മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഈ പാലക്കാട് എങ്ങനെയുണ്ട്? ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ സാധ്യതകൾ എങ്ങനെയാണ്? BJP ആണോ, കോൺഗ്രസ് ആണോ, LDF ആണോ? പാലക്കാടത്തെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ പാലക്കാട് രണ്ട് പാർട്ടിയുടെയും പ്രതിനിധികൾ ഭരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരൊരു മാറ്റം കൊണ്ടുവന്നിട്ടില്ല. അവർ വാഗ്ദാനങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. മാത്രമല്ല ഈ പാലക്കാട് ഒരു കാർഷിക മറ്റുള്ളൊരു സിറ്റിയാണ്. കേരളത്തിലെ മറ്റുള്ള സിറ്റികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാർഷിക സിറ്റിയാണ്. ഒരു കാർഷിക മേഖലയെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളാണ് പാലക്കാടിൻ്റെ ബഹുഭൂരിഭാഗം ആളുകളും. ഇപ്പോൾ ഈ BJP വിട്ടിട്ട് ഇപ്പോൾ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയിരിക്കുകയാണ്. പാലക്കാട് BJPയെ അല്ലെങ്കിൽ BJPയുടെ വിജയത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്? സന്ദീപ് എന്ന് പറയുന്ന ആള് ഈ പാലക്കാടിന്റെ ഈ പ്രദേശത്തിലെ ആൾ അറിയ പോലുമില്ല. ജനങ്ങളുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധമുള്ള സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച ആളല്ല അദ്ദേഹം ഈ പാലക്കാടുള്ളത്. ചേട്ടൻ പേരെന്തായിരുന്നു? എൻ്റെ പേര് അജി തോമസ് എന്നാണ്. ചേട്ടൻ ഒരു ക്രൈസ്തവനാണല്ലോ. യെസ്. ഇപ്പോൾ ഈ ക്രിസ്ത്യൻ സമൂഹം ഈ ഒരു സന്ദീപ് വാര്യരുടെ BJPയിൽ നിന്നുള്ള പോക്കെല്ലാം ഏത് തരത്തിലാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? ക്രിസ്ത്യൻ സമൂഹത്തിനും അല്ലെങ്കിലൊന്നും സന്ദീപ് വാര്യർ ഒരു ഘടകമല്ല. അങ്ങനത്തെ ആളുകളെ കുറിച്ച് തന്നെ ഈ സമൂഹം ചർച്ച ചെയ്യുന്നില്ല. അത് സോഷ്യൽ മീഡിയയിലുള്ള കുറച്ച് ആളുകളുടെ അപ്പുറത്തോട്ട് അദ്ദേഹത്തിന് ഈ തരത്തിൽ ഈ സമൂഹത്തിൽ യാതൊരു തരത്തിലുള്ള ഹോൾഡ് ഉള്ളതായിട്ട് നമുക്കറിയില്ല. മാത്രം ആ സമയത്ത് ഇവിടെ ചർച്ചയാവുന്നത് നമുക്കറിയാം വഖഫ് ബില്ല്, മുനമ്പം വിഷയങ്ങൾ. നമുക്കറിയാം കേരളത്തിൽ 28ഓളം സ്ഥലങ്ങളിൽ വഖഫ് ഇതുവരെ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. കേരളത്തിൽ 28ഓളം സ്ഥലങ്ങളാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ വഖഫിൻ്റെ ചുമതലയുള്ള മന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്, പല സ്ഥലത്തും വഖഫ് നോട്ടീസ് അയക്കുക, അത് നോക്കി നടക്കലല്ല ഞങ്ങളുടെ പണി എന്ന് പറയുന്നത്. ഇവിടെ ജനങ്ങൾ വളരെ ആശങ്കയിലാണ്. അവരുടെ ആശങ്ക ഇവിടെ വോട്ട് ബാങ്കിനെ ഭയന്നുകൊണ്ട് ഇവരുടെ ഈ സാധാരണക്കാരായ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ ഇവിടുത്തെ ഭരണപക്ഷവും പ്രതിപക്ഷവും തയ്യാറല്ല. മാത്രമല്ല വഖഫ് ഭേദഗതി ബില്ല് കേന്ദ്രം അവതരിപ്പിച്ചപ്പോൾ ഈ ബില്ലിനെതിരെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ 140 MLA-മാരും ഐക്യകണ്ഠേന പ്രമേയം പാസ്സാക്കിയിട്ടുള്ളത്. അത് ഇവിടുത്തെ പൊതുജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണ്. ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം LDFനും UDFനും ഇത്തവണ എങ്ങനെയാണ് കാണുന്നത്? ക്രൈസ്തവ സമൂഹത്തിനെ LDF UDFും വഞ്ചിച്ചിരിക്കുകയാണ്. ഇത്രയും നാൾ അവർക്ക് വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു വോട്ടിംഗ് ഉപകരണം മാത്രമായിട്ടാണ് അവർ ഈ വിഭാഗത്തെ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രാവശ്യം ക്രൈസ്തവ വിഭാഗം ഇവിടുത്തെ ജനങ്ങളാവത്തി ഇവരെ ഇരു രാഷ്ട്രീയ പാർട്ടിയുടെയും രാഷ്ട്രീയ വഞ്ചന തിരിച്ചറിഞ്ഞുകൊണ്ട് ശക്തമായ ഒരു പ്രതികരണത്തിന് തയ്യാറെടുക്കുകയാണ്. ക്രിസ്ത്യൻ സമൂഹത്തിന്റെ ജീവനും സ്വത്തിനും ഇപ്പോൾ സംരക്ഷണം നൽകേണ്ട ഇവിടുത്തെ ഭരണാധികാരികൾ ഏത് തരത്തിലാണ് അവരുടെ നിലപാട്? അവർക്ക് എങ്ങനെ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നു? അവർ ഇവിടുത്തെ മുസ്ലിം വോട്ട് ബാങ്കിനെ ഭയക്കുന്നു, അല്ലെങ്കിൽ അവർ ഇവിടുത്തെ ജാതിയും മതവുമായിട്ട് ഇവിടുത്തെ ജനങ്ങളെ തരംതിരിച്ചുകൊണ്ട് ഇവിടുത്തെ മുസ്ലിം വോട്ട് ബാങ്കിനെ ഭയന്നുകൊണ്ട് അത് പോകുമെന്നുള്ള ഒരു പേടിയിൽ അവർ ഇവിടുത്തെ ക്രൈസ്തവ വിഭാഗത്തെ പൂർണ്ണമായും അവഗണിക്കുന്നു. മുസ്ലിം സമൂഹം പോലും അങ്ങനെ ഒരു ചിന്താഗതി അവർക്ക് പോലും ഇല്ല. പക്ഷേ ഈ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ചിന്താഗതി അങ്ങനെ ആവാനുള്ള കാരണം എന്താണ്? അവർ വികസനങ്ങളിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഒഴിഞ്ഞു മാറുമ്പോൾ, വികസനങ്ങൾ അജണ്ടകൾ അല്ലാതാവുമ്പോൾ പെട്ടെന്ന് ഇവിടെ ജനങ്ങളെ ഭിന്നിപ്പിച്ചുകൊണ്ട് നേട്ടം കൊയ്യുക എന്നുള്ളൊരു അജണ്ടയാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ സെറ്റ് ചെയ്തിട്ടുള്ളത്.